അതിഭയാനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് CCTVയിൽ ഉള്ളത് തന്നെയാണ്. ചേട്ടാ, നിങ്ങൾ ആ ദിവസം മുതൽ ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കൂടി കിട്ടുകയാണ് അപകടത്തിൻ്റെയൊക്കെ. ആ രാത്രി, ഭയാനക രാത്രി എങ്ങനെയായിരുന്നു എന്നൊക്കെ. ഓക്കെ, നമുക്ക് എന്താ പറയുക, നമുക്ക് മുണ്ടക്കായ് മുതൽ പല സ്ഥലങ്ങളിലും CCTV ദൃശ്യങ്ങൾ കിട്ടാനുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സ്ഥാപനങ്ങളും ആ സമയത്ത് നശിച്ചു പോയതുകൊണ്ട് നമുക്ക് ആകെ കിട്ടാനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്ന് ഗവൺമെൻറ് സ്കൂളും അതേപോലെ തന്നെ ഇവിടെയുള്ള 3-4 കടകളാണ്. ഇവിടെ എല്ലാം DVR എല്ലാം നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സൈബർ സെല്ലൊക്കെ കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് ഇപ്പം നമുക്കിന്ന് ഏഷ്യാനെറ്റിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ കടകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തി അതൊക്കെ എങ്ങനെയാണ്? കടകളെല്ലാം നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എല്ലാവരും കൂടെ വന്ന് ഇവിടുത്തെ മണ്ണുകളെല്ലാം എല്ലാ കടകളിലേക്കും മണ്ണും സംഭവങ്ങളൊക്കെ കയറി വാങ്ങി വെച്ച സാധനങ്ങൾ പോലും നിങ്ങൾക്ക് നശിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ നമ്മളെ ആദ്യകാല കടയാണ്, മാട്രാസ് സ്റ്റോറാണ്, അതിൻ്റെ തൊട്ടടുത്ത് ആലക്കൽ സ്റ്റോർ, അങ്ങനെ പല സ്റ്റോറുകൾ. ഇതെല്ലാം നമുക്ക് തിരിച്ച് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ദിവസം മുതലേ ഇവിടെ ഉണ്ടല്ലോ? അതെ, ആ ദിവസം മുതലേ ഉണ്ട്. ഇവിടുത്തെ തന്നെയാണ് നമ്മുടെ ഈ കടയുടമ അസീസ്ക കൂടെ ചേരും. അസീസ്ക, കടയൊന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നാശനഷ്ടങ്ങൾ? നാശനഷ്ടങ്ങൾ വമ്പൻ നഷ്ടം തന്നെ സാറേ. കാശിൻ്റെ നഷ്ടങ്ങൾ, സാധന നഷ്ടങ്ങൾ വേറെ വിഷയം. നഷ്ടങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾ നഷ്ടപ്പെട്ടു പോയില്ല. നമുക്ക് നമ്മളാകത്തൂർ ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ ഈ ബിസിനസ് ഇവിടെ നിൽക്കുന്നത്. ബിസിനസ്സുമായി മുന്നോട്ട് പോകേണ്ട ഈ ജനങ്ങളെ കണ്ടിട്ടാണ്. ഈ ജനങ്ങളുടെ ഇപ്പോൾ ഏറെക്കുറെ ശതമാനം ആൾക്കാർ നമ്മൾ കടയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ആ ജനങ്ങളൊന്നായിട്ട് നഷ്ടപ്പെട്ട് നമുക്ക് തീരാൻ നഷ്ടമാണ്. ഏത് കാലത്ത് ഇനി ബിസിനസ് എവിടെ മാലിന്യം കിട്ടുമെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിസിനസ് ഇനി ആയി കിട്ടണം, എത്ര കാലം എന്ത് ചെയ്യണം, അതിനെ പറ്റിയ സ്ഥലങ്ങൾ കിട്ടണം. സർക്കാർ പറഞ്ഞിട്ട് ടൗൺഷിപ്പൊക്കെ വരണുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് കാലത്ത് വരണമെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാത്തിരിക്കണേ. അതാണ് വലിയ വലിയ നഷ്ടം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. നഷ്ടങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വീണ്ടെടുക്കാൻ കഴിയും. നമ്മളെ സംഘടന ചിലപ്പോൾ എന്താവും, ചിലപ്പോൾ നല്ല സംഘടന നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സഹായിക്കും. ആ നഷ്ടങ്ങൾ നമുക്ക് അങ്ങനെ നികത്താൻ കഴിയും. ഈ പോയ ജനങ്ങളെ നഷ്ടം അങ്ങനെ നികത്തുന്നതിനെ പറ്റി നമുക്ക് ആഴ്ചയിലോട്ട് കൊടുത്തിട്ടില്ല. നികത്താൻ കഴിയില്ലല്ലോ. നികത്താൻ കഴിയാത്തൊരു നഷ്ടമാണ് എന്തായിട്ടുള്ളത്, അതായിട്ടുള്ളത്. അതാണ് ഞാനിതിൽ നഷ്ടമായിട്ട് കാണേണ്ടത്. സാധനം പോയില്ലോ ഇതിലോ നമുക്ക് എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്ത് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം. അതാണ് രാഹുൽ, ഒരിക്കലും നികത്താനാകാത്തതാണ് ഉണ്ടായ നഷ്ടങ്ങൾ അത്രയും. അത് അത്രയും വലിയ മഹാദുരന്തമാണ് നമ്മൾ കണ്ടത്. അതിനെ അതിജീവിച്ച ആളുകളെ പറ്റി ആലോചിക്കുമ്പോഴാണ്, അതായത് ഇത്രയും വലിയൊരു രാത്രി ഈ നമ്മൾ കണ്ട ദൃശ്യങ്ങളും ഇനി നമ്മൾ കാണാൻ ഒരുപക്ഷെ ഇനിയും ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊക്കെ ഉള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഒരു രാത്രി ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ആ മഴ പെയ്തതിൻ്റെ ഉരുൾപൊട്ടി വന്നതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ സഹിതം കിട്ടിയിട്ടുണ്ട്. കാണുമ്പം പേടിയാകാണ്. നിങ്ങളൊക്കെ അത് കണ്ടോ? എങ്ങനെ ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ആ സമയത്ത് എൻ്റെ പേരിൽ മലപ്പുറത്തായിരുന്നു, കുന്നമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവരേനും ഇവിടെ ഉണ്ടായിട്ട്, നമ്മളെ ജോലിക്കാരെയും ഇവിടെ ഉണ്ടായിട്ട്. ഒരു രണ്ടാളും ഇത് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു വീടുകൾ ഉണ്ടായിട്ട്. ഒരു ഇത് പൊട്ടിന്ന് 1 മണിയായപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്, 1:30 മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങൾ എന്തായിട്ടില്ല. നമ്മൾ ഈ ചാനൽ കാണുമ്പോൾ കണ്ടു എന്നല്ലാതെ കണ്ടേ, പിന്നെ വന്നപ്പോൾ കണ്ടു എന്നല്ലാതെ കണ്ടേ, അതിൻ്റെ ഇതുകൾ എന്തായിട്ടില്ല നമുക്ക് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ അന്ന് പഠില്ല, അന്ന് തിങ്കളാഴ്ച അങ്ങോട്ട് വരാൻ വേണ്ടി നിന്നതായിരുന്നു. സാങ്കേതിക തടസ്സം കാരണം എന്തായില്ല, ചൊവ്വാഴ്ച വരാമെന്ന് വെച്ചിട്ട് കാത്തുനിന്നാണ്. അതുകൊണ്ടാണ് എന്തായാലും ആ പ്രളയത്തിൻ്റെ ടൈമിൽ ഇവിടെ ഇല്ലാതായത്. നമ്മളിവിടെ ഒരു 35 വർഷമായി ഈ ബിസിനസ് ആയിട്ട് എന്തായിട്ടുണ്ട് മുന്നോട്ട് പോകണ്ടേ. ചൂരൽമലയിൽ 35 വർഷമായി. അതിന് ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും മരിച്ചവരും മരിക്കാത്തവരും ഇപ്പോഴുള്ള കുട്ടികളൊക്കെ നമ്മളായിട്ടുള്ള വളരെ ബന്ധങ്ങളുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഇവിടെ ഇപ്പം നഷ്ടപ്പെടില്ലേ. ആ ജനങ്ങൾ എന്താണില്ല ഇവന് കാണാൻ കഴിയുന്നൊരു അന്തരീക്ഷം ഉള്ളത്. അതാണ് വലിയ നഷ്ടമായിട്ട് നമ്മളുണ്ടാകുന്നത്. ആ വിഷയത്തിൽ ഇതായിട്ട് തരുമോ നമുക്ക് പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. കാശ് സാധനം അധ്വാനിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ 22 വയസ്സിലുണ്ടായിട്ടുണ്ട് ഞാൻ ഈ ചൂരൽമല വന്നിട്ട്. ഇവിടുന്നാണ് നമ്മളെല്ലാ ആവശ്യങ്ങളും നമ്മളെ മക്കളും പോറ്റിയതും ഒക്കെ ഈ ബിസിനസ് വെച്ചിട്ട് ഈ ജനങ്ങളിൽ വെച്ചിട്ടാണ് ഇതിലുള്ളത്. ആ ജനങ്ങളുടെ ഇതിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതൊരിക്കലും ചെയ്യാൻ കഴിയില്ല. എൻ്റെ സങ്കടമൊക്കെ തീർക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷമാണ് ഇതിലടുപ്പുള്ളത്. അതാണ് ഞാനിപ്പോൾ എന്താണ് വിഷമിച്ചു പോകുന്നത്. പിന്നെ എനിക്ക് സാധനം പോയാലോ കച്ചവടം പോയാലോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ എത്രയോ കാലം കണ്ട് ജീവിച്ചന്നും കളിച്ചെന്ന് പറയാം. 22 വയസ്സിൽ ഇവിടെ വന്നിട്ട് 57, 58 വയസ്സായി. 35, 36 വർഷമായി എൻ്റെ ഞാൻ ചൂരമലയിട്ട്. എൻ്റെ നാട്ടിലെ ജനങ്ങൾ അറിയുന്നതിൽ അപ്പുറമായിട്ടാണ് എന്തുണ്ട് ഇവിടുത്തെ ജനങ്ങളായിട്ടാണ് നമ്മൾ ബന്ധങ്ങൾ. ഇവിടുത്തെ ജനങ്ങളാണ് നമുക്ക് സ്നേഹം തരുന്നത്. അവരുമായിട്ടുള്ള ബന്ധങ്ങളുമാണ് എന്താണ്ട് നമ്മൾക്കുള്ളത്. അതാണ് നമുക്ക് നഷ്ടപ്പെട്ട വില. അപ്പുറം എന്ത് പറയാനാണ്.
തീരാ നഷ്ടം അത് തന്നെ. അതിൻ്റെ അപ്പുറത്തേക്കൊരു നഷ്ടങ്ങളുമില്ല. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു ദുരന്തം ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുക, അത്ര തന്നെ അല്ലേ? അതെല്ലാം പ്രാർത്ഥിക്കുക എന്നല്ലാതെ കണ്ട് എന്താ നമ്മളെ ചെയ്യാൻ കഴിയാതെ ആരെക്കൊണ്ട് തടുക്കാൻ കഴിയുന്നൊരു വിഷയങ്ങളല്ലല്ലോ. ഗതി മാറിയിട്ടാണ് എന്ത് ചെയ്ത് ഈ സ്കൂൾ തൊട്ടേക്ക് എന്ത് ചെയ്ത് പ്രളയം വന്ന് ഈ ഭാഗത്തൊന്നും ഒരിക്കലും വെള്ളം കയറുന്നതല്ല. പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളാണ് അവിടെ. ഇത് വന്ന് ജീവൻകൂട്ടിൽ നിന്ന് ദൃഢമായിട്ട് വന്ന് അവിടെ നിന്ന് തെളിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് പറയുന്നത്. ഗതി മാറി വന്നതാണ് എന്താ വേണ്ടത് പറയുന്നുണ്ട്. എന്താ ചെയ്യുക, റബ്ബിൻ്റെ വിധി എന്ന് ആസ്വദിക്കുക, സമാധാനിക്കുക എന്നല്ലാതെ കണ്ട് വേറെ എന്താ നമുക്ക് എന്താ ഉള്ളത്? വേറെ നമ്മളില്ല സംസാരിക്കാനില്ല. ഇതാണ് ഇപ്പോൾ നമ്മളെ അവസ്ഥകൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളൂ, കരയാതിരിക്കുക. അതിന് മാർഗങ്ങളുള്ള മനസ്സിൽ ക്ഷമിക്കുക. പിന്നെ നമ്മളോട് ഇങ്ങനെ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, സങ്കടങ്ങൾ എന്താവും വരും. നമ്മളെ അനുഭവങ്ങൾ നമ്മൾ ഇതിലുള്ളതാണ്. ഇത്ര നമ്മൾ ഒറ്റപ്പെട്ട പ്രിയപ്പെട്ട എന്താണ് ഇതിൽ പറയുക, ചാപ്പന് അറിഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞതുപോലെ എന്താണ് ഒപ്പം കിടന്നതിൻ്റെ ആൾക്കാരാണ് ചെയ്യുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു. ഈ വീടിൽ വന്നിട്ട് എപ്പോഴും നമ്മളിപ്പോൾ ഇരുന്നിട്ടും സംസാരിച്ചുകൊണ്ട് ചിരിച്ചിട്ടും കളിച്ചിട്ടും തമാശകൾ പറഞ്ഞിട്ടും അങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ടും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ നമുക്ക് നഷ്ടപ്പെട്ടു. ഈ ആൾക്കാരൊന്നും എന്താണ് കാണാൻ കഴിയില്ല. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിട്ട് എന്തായത് ഞാൻ ആ വിഷയത്തിൽ കണ്ടു. ബിസിനസ് പോയതോ ഇത് നഷ്ടം വന്നതൊന്നും ഉണ്ടാകുന്നില്ല. എൻ്റെ മനസ്സിൽ അത്ര തന്നെ എന്താണില്ല, സങ്കടപ്പെടുത്തുന്നത്. എന്നെ ആകത്തുക സങ്കടപ്പെടുത്തുന്ന വിഷയം ഇവിടെയുള്ള ജനങ്ങൾ ചെയ്ത് നമ്മളായിട്ടുള്ള ബന്ധങ്ങളെ നമ്മൾ നാട്ടുകാരുടെ നമുക്ക് നഷ്ടപ്പെട്ടു വരും. അതാണിപ്പോൾ നമ്മൾ അലട്ടുന്ന വിഷയം ഉള്ളത്. ഇങ്ങനെ തന്നെയാണ് സിസ്കൊക്കെ കണ്ടില്ല, ഇപ്പോഴും കണ്ണീരണിയുകയാണ്. ഈ നാട് തുടച്ചു നീക്കപ്പെട്ടു എന്ന് തന്നെയാണ്. അതായത് കുറച്ച് ആളുകൾ മാത്രം ബാക്കിയായിട്ടുണ്ട്. കുറച്ച് കെട്ടിടങ്ങൾ, കുറച്ച് വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അതായത് അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ, എത്ര തീവ്രമായാണ് മഴ പെയ്തത്, എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടി താഴ്ഭാഗത്തേക്ക് വന്ന ഈ നാടിനെ, ഞാൻ പറഞ്ഞതുപോലെ നാടിനെ തുടച്ചു നീക്കിയതെന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മുണ്ടക്കൈ പള്ളിയിൽ നിന്ന് ഉള്ളതാണ്. പള്ളി പൂർണ്ണമായും തന്നെ തകർന്നിരുന്നു.